ചോദിക്കുന്നു. സ്ത്രീധനം എന്ന ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് ഒരിക്കലുമൊന്നും പറയാത്തതെന്താണെന്ന്? ഇതിനെക്കുറിച്ചും പ്രത്യേകമായി എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്ന് ആലോചിച്ചറിയില്ല. ബന്ധങ്ങളെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തെയും മിഥ്യയെയും അത്യാഗ്രഹത്തെയും നുണകളെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു നിലയ്ക്ക് താഴെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് പ്രയാസമാണ്. പക്ഷേ ചോദിച്ചാൽ തീർച്ചയായും പറയൂ. എനിക്കത് കൽപ്പന ചെയ്യാനേ കഴിയുന്നില്ല. എന്നും ഒരാൾ മറ്റൊരാളുടെ കൂടെയായിരിക്കും. പണത്തിനു വേണ്ടി അതിനെക്കുറിച്ച് എങ്ങനെ പറയും? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും? ഇങ്ങനെ പറയുന്ന ഒരാളുടെ മുഖം പോലും കൽപ്പന ചെയ്യാൻ എനിക്കിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്ക് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ കഴിയും വളരെ കാലം, വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ. പക്ഷെ പണം കിട്ടണം. പണം ലഭിച്ചില്ലെങ്കിൽ നടക്കില്ല. ഇത് അല്പം സംശയാസ്പദമായ കാര്യമാണ്. അതുകൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും എനിക്കിപ്പോൾ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു പുരുഷന്റെ വീട്ടിൽ പോയി ജീവിക്കുന്നു. അവൾ അവിടെ പണിയെടുക്കുന്നു. അവന്റെ കുട്ടികളെ പ്രസവിക്കുന്നു. അയാൾ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നു, പണം വാങ്ങി. ഇതിനെക്കുറിച്ചൊരു തമാശ ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പമാണ്. ഉത്തരം പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്തു പറയും? എന്നാലും എന്താണ് പറയേണ്ടത്? ഈ പേരിൽ ഒരാളെ അടിക്കാം, പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല. ഒരാൾ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, ഞാൻ നിന്റെ ആവാം, പക്ഷേ ആദ്യം 10 ലക്ഷം രൂപ തരൂ. അയാൾ തന്നെ പറയുന്നു, നോക്കൂ, ഇപ്പോൾ എനിക്ക് നല്ല ജോലി കിട്ടി, എന്റെ നിരക്കും വർദ്ധിച്ചു. അങ്ങനെയുള്ള ഒരാളെ വിവാഹവേദിയിലേക്കല്ല, മറിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇതത്തരമൊരു കാര്യമാണ്. എന്താണ് വിശദീകരിക്കേണ്ടത്? ആത്മാവ്, ദൈവം, മനസ്സ്, ബോധം, സമാധി എന്നിവയെക്കുറിച്ചോ? ഞാൻ എന്താണ് പറയേണ്ടത്? ഇത്തരക്കാർ എങ്ങനെ പരസ്പരം സഹിക്കും? എങ്ങനെ കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നു? ഓടിക്കുന്ന കാർ സ്ത്രീധനമായി കിട്ടിയതാണ്. എങ്ങനെ ഓടിക്കുന്നു? അവൻ എന്നും കിടന്നു ഉറങ്ങുന്ന കിടക്ക അവളുടെ സ്ത്രീധനമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തേജനം ലഭിക്കുന്നത്? മോശം. ലൈംഗികപരമായ ഉത്തേജനം എങ്ങനെ കിട്ടുന്നു? ആ സമയത്ത് ഈ കിടക്ക എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ഓർമ്മ വരില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അറിയിക്കുക. വളരെ അസാധ്യമാണ്. അഭിപ്രായം പറയുക. സ്നേഹം വളരെ അകലെയുള്ള കാര്യമാണ്. ഇത് കുട്ടിക്കളിയല്ല, വെറുപ്പിന്റെ കാര്യവുമല്ല. ഇതൊരു നേരിട്ടുള്ള വിലപേശലാണ്. താങ്കൾ
ബന്ധത്തിന്റെ തുടക്കം മുതൽ ഒരു തയ്യാറെടുപ്പുണ്ട്. ഈ ബന്ധത്തിൽ ഒരിക്കലും പ്രണയമുണ്ടാകില്ല. പിന്നീട് അത്തരമൊരു ബന്ധത്തിൽ നിന്ന് എങ്ങനെയുള്ള കുട്ടികൾ ജനിക്കും? എന്നിട്ട് നിങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെടുന്ന പെൺകുട്ടിയിൽ നിന്നും ബഹുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനം നൽകും? എന്നാലും എങ്ങനെയുള്ള പെൺകുട്ടിയാണ് അത് സ്വീകരിച്ച അവൾ? അവനായി പണവുമായി പോകുന്നത്. ഇതിനു മുമ്പ് തന്നെ സ്ത്രീധനത്തിനായി അച്ഛൻ പണം സ്വരൂപിക്കുകയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരിക്കും. എന്നാലും എങ്ങനെയാണ് അവൾ ആ ശേഖരണത്തിന് നിശബ്ദ സമ്മതം നൽകിയത്? പണമെല്ലാം അവൾക്ക് വേണ്ടി കരുതി വെച്ചതാണെന്ന് അറിഞ്ഞിട്ടും ഇതിനെതിരെ പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ട്? നീ എന്താ ഓടിപ്പോവാതിരുന്നത്? സ്ത്രീധനത്തിനായി വെച്ചതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് പോകാമായിരുന്നു. ഇതിലും മികച്ച തീരുമാനം അതായിരുന്നു. ആചാര്യജി, ആദ്യമായി ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ അങ്ങയ്ക്ക് മുൻപിൽ പ്രകടിപ്പിക്കാം. ആദ്യം ഞാൻ ഈ ആചാരത്തെ പൂർണ്ണമായും എതിർക്കുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എന്റെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം, അവർ പരസ്പരം വിവാഹിതരായി ആ ബന്ധത്തെ എങ്ങനെ സ്ഥാപിക്കുന്നു എന്ന കാര്യത്തിൽ അവർ തമ്മിലുള്ള ബന്ധത്തേക്കാൾ അവരുമായി ബന്ധപ്പെട്ട സമൂഹമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ ദുഷ്പ്രവൃത്തിയുടെ സാമൂഹിക പങ്ക് കൂടുതൽ വലുതാണ്. മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സമ്മർദ്ദത്തിലാണ് പലരും ഈ ആചാരം ഇപ്പോഴും തുടരുന്നത്. അതിൽ അത്യാഗ്രഹമുണ്ട്, താരതമ്യവുമുണ്ട്. ആളുകൾ സ്വയം പരസ്പരം താരതമ്യം ചെയ്യുന്നു. ഇതു നിങ്ങളുടെ മകനാണ്, അവന് ഇത്രയും ലഭിച്ചു, ഇവന് ഇത്രയും ലഭിച്ചു, പിന്നെ ഇതെന്റെ മകനാണ്, ഇവന് എത്ര ലഭിക്കും? ഇത്തരത്തിലുള്ള താരതമ്യവും അത്യാഗ്രഹവും ഇതിന് കാരണമാകുന്നു. പെൺകുട്ടികൾക്കിടയിൽ അത്ര അധികം ചർച്ചയില്ല. ഇത് കൂടുതൽ സാമൂഹികമാണ്. പെൺകുട്ടിയോടും പലരും പലതും ചോദിക്കുന്നു. പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ മാതാപിതാക്കൾക്കോ ഇത് അത്ര വലിയ കാര്യമല്ല എന്ന് തോന്നുന്നു. അവർ ജീവിക്കുന്ന സമൂഹമാണ് ഇത് വലിയ കാര്യമായി പറഞ്ഞു നടക്കുന്നത്. അത്ഭുതം, ഇത് പുതിയ അറിവാണ്. എന്തൊരു പയ്യനാ! ഇയാളുടെ പേരിലാണ് മറ്റുള്ളവർ പണം തട്ടുന്നത്. ഇയാൾ പുരുഷൻ എന്ന് വിളിക്കാൻ അർഹനാണോ? അവന്റെ പേരിൽ മറ്റുള്ളവർ പോയി പണം തട്ടുന്നു. ആരിൽ നിന്നാണ്? അവന്റെ ഭാവി ഭാര്യയിൽ നിന്ന്. ഇത് കൂടുതൽ തരം താഴ്ത്തപ്പെട്ട കാര്യമാണ്. സ്വതന്ത്രനായ ഒരു വ്യക്തിയും ഇത് തനിക്ക് സംഭവിക്കാൻ അനുവദിക്കില്ല. രണ്ടാമതായി, സമൂഹം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. എന്തിനങ്ങനെ ചെയ്യണം? നിങ്ങൾ വാങ്ങുന്ന സ്ത്രീധനം സമൂഹത്തിലേക്ക് പോകുന്നുണ്ടോ? ആ പണം കൊണ്ട് നിങ്ങൾ സ്വയം ആസ്വദിക്കുന്നു, അല്ലേ? സമൂഹത്തിനു വേണ്ടി കാർ വാങ്ങി, എങ്കിൽ സാമൂഹിക സേവനത്തിനായി നിങ്ങൾ ആ കാർ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ ആ പണം നിങ്ങൾ സ്വയം ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ? സ്ത്രീധനമായി കിടക്ക് കിട്ടി അതിൽ അമ്മാവനും അമ്മായിയും കിടക്കുന്നുണ്ടോ? അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. സമൂഹം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്നോട് ചോദിക്കൂ.
സ്ത്രീധനം എത്ര വാങ്ങണം? നിങ്ങൾ ഏത് സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ നമ്മുടെ സമൂഹത്തെ സൃഷ്ടിക്കുന്നു, സ്വന്തമായി തിരഞ്ഞെടുക്കുന്നു. ബന്ധുക്കളെക്കുറിച്ച് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ ബന്ധുക്കൾക്കും എല്ലാ സമയത്തും തുല്യ പ്രാധാന്യം എപ്പോഴും നൽകുന്നുണ്ടോ? ആരെങ്കിലും പൂർണ്ണമായും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരാൾ, തീർച്ചയായും അവനുമായുള്ള ബന്ധം താൻ വിച്ഛേദിക്കും. അതുകൊണ്ട് ബന്ധുക്കളിൽ ആരെ കേൾക്കണം, കേൾക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഒരാളുടെ ബന്ധുവിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അയാളെ നിർബന്ധിക്കാൻ കഴിയും എന്ന് പറയുന്നത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. ബന്ധു സ്ത്രീധനം വേണമെന്ന് പറയുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. എന്താണ് ഇത്ര നിർബന്ധം? കാര്യം മറ്റൊന്നാണ്. മകനെ അവൻ പറയുന്നത് പോലെ നന്നായി പഠിപ്പിക്കും. എന്തിനു വേണ്ടി? അതിനെ സമഗ്രമായി നോക്കൂ. നിർബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ നിശബ്ദമായി തയ്യാറെടുക്കുകയാണ്. അയാൾ കഠിനാധ്വാനം ചെയ്ത് ആ ജോലി നേടിയത് തന്നെ സ്ത്രീധനം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. പെൺകുട്ടിയെ വളർത്തുന്നതും ഈ രീതിയിലാണ്. ചിലത് സംഭവിച്ചാൽ അവൾക്ക് വേണ്ടി ബ്യൂറോക്രാറ്റിനെയോ ഡോക്ടറെയോ മറ്റോ കണ്ടെത്താം. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് ഒരു നിമിഷം കൊണ്ട് എടുക്കുന്ന തീരുമാനമല്ല. അത് തിരശീലയ്ക്ക് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പെൺകുട്ടി ജനിച്ച ദിവസം തന്നെ അവളുടെ പേരിൽ ഒരു FD തുറക്കുന്നു. ആദ്യത്തെ 3 പെൺകുട്ടികളെ ഗർഭഛിദ്രം ചെയ്ത് ഒരുപാട് കാലങ്ങൾ കാത്തിരുന്നാണ് അവസാനം അവർക്ക് ആ മകൻ ജനിച്ചത്. പെൺകുട്ടിയായതിനാലാണല്ലോ മുൻപ് 3 ഗർഭഛിദ്രങ്ങൾ നടത്തിയതും ആ ആൺകുട്ടിക്കായി അവർ കാത്തിരുന്നതും. അങ്ങനെയുള്ള അവന്റെ മാതാപിതാക്കൾ പിന്നീട് ആ മകന് വേണ്ടി സ്ത്രീധനം ആവശ്യപ്പെടുമോ? ഇല്ലയോ? സ്ത്രീധനം ആവശ്യമില്ല. ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല എങ്കിൽ പിന്നെ അവർ ആദ്യത്തെ 3 ഗർഭഛിദ്രങ്ങൾ നടത്തിയത് എന്തിനാണ്? കഥ വളരെ പഴയതാണ്. അതറിയണം എങ്കിൽ ഇനിയും കുറെ കാലം പിന്നിലേക്ക് പോകണം. അറിയാമോ, ഒട്ടുമിക്ക ഇന്ത്യൻ കുടുംബങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് മധ്യവർഗത്തെക്കുറിച്ചാണ്. ഏറ്റവും ഇളയതാരാണ്? ആൺകുട്ടി. അതെന്താണ് അങ്ങനെ? അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒന്നുകിൽ ഇത്രയധികം പെൺകുട്ടികളെ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന പ്രതീക്ഷയിൽ ജനിപ്പിച്ചു. പിന്നെ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ആ പരിപാടി നിർത്തി, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊന്നു ഒരു ആൺകുട്ടി ജനിക്കുന്നതുവരെ കാത്തിരുന്നു. എവിടെയാണോ ജനനം മുതൽക്കേ ഇത്തരം വലിയ ഉദ്ദേശ്യങ്ങൾ രൂപം കൊണ്ടത്, അങ്ങനെയുള്ള ഒരിടത്ത് സ്ത്രീധനം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തു വാങ്ങും? ഇക്കാര്യമൊക്കെ തന്നെ വളരെ വെറുപ്പുണ്ടാക്കുന്നതാണ്. ഇനിയും എത്രത്തോളം പറയണം? നമ്മളൊരു സാധാരണ കുടുംബം എന്ന് വിളിക്കുന്നവരുടെ ജീവിതം ധാരാളം അസാധാരണമായ കാര്യങ്ങളാൽ നിറഞ്ഞതാണ്. പലപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ വെറുപ്പുളവാക്കുന്നതാണ്. ആചാര്യജി, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാനിവിടെ പറയാം. ചിലപ്പോൾ എന്റെ വെറും ഒരു തോന്നൽ മാത്രമായിരിക്കാം, എങ്കിലും അത് ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാം. മിക്ക മുസ്ലിം വിവാഹങ്ങളും അറേഞ്ച്ഡ് വിവാഹങ്ങളാണ്. മിക്ക കുടുംബങ്ങൾക്കും പരസ്പരം അറിയില്ല. അതിനാൽ പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ അവൾ എത്ര സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ആണോ വന്നത്, സ്ത്രീധനമായി എന്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് അവളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. അവളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടുകാരും അവിടുത്തെ രീതികളും എല്ലാം പുതിയതാണ്. അവൾക്ക് ആരെക്കുറിച്ചും ഒന്നും അറിയില്ല. അപ്പോൾ അവൾ ധനികയായതിനാലോ ധാരാളം സമ്പാദിച്ചതിനാലോ ആ വ്യക്തി ആദ്യമൊക്കെ അവളെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് അവർക്കിടയിൽ ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതിനാൽ ഞാൻ സ്ത്രീധനത്തെ പൂർണ്ണമായും എതിർക്കുന്നു. പക്ഷേ അങ്ങനെ ആയിരിക്കാം ഈ പരമ്പര ഇങ്ങനെ തുടരുന്നത് എന്ന് കരുതുന്നു. അതിനെ എതിർക്കുന്നു എന്ന് ഒക്കെ ഇന്നും പറയുന്നത് പോലും അപമാനജനകമായ കാര്യമാണ്. ഈ വിഷയം പരിഗണിക്കുന്നത് പോലും വലിയ അപമാനമായാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ സ്ത്രീധനമായി ധാരാളം പണവും കാറുമൊക്കെ കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്ത്രീക്ക് വിശേഷ പ്രാധാന്യവും ബഹുമാനവും നൽകുന്ന ഈ പുരുഷൻ ആരാണ്? അപ്പോ ഇതും പുരുഷതലത്തിൽ വേശ്യാവൃത്തിയായി മാറിയില്ലേ? നിങ്ങൾ ഒരാൾക്ക് പണം നൽകിയാൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് പണം നൽകിയാൽ, അവരുമായി ഒരു ബന്ധം പുലർത്തിയാൽ നിങ്ങൾ അവരെ എന്താണ് വിളിക്കുക? അതേ സ്ത്രീ സ്ത്രീധന പണം കൊണ്ടുവന്ന് ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ
എല്ലാ പുരുഷന്മാരും എന്തായിത്തീർന്നു? എന്താണ്? പുരുഷ വേശ്യാവൃത്തിക്ക് നമ്മുടെ ഭാഷയിൽ ഒരു വാക്ക് പോലുമില്ല. വേനമായിരുന്നു. പുരുഷവേശ്യ. വേശ്യ എന്നതിന്റെ പുംലിംഗ പദമാണിത്. എന്ത്? പുംവേഷ്യൻ. കാരണം എന്ത് എന്നാൽ അവൻ എന്താണ് ചെയ്തത്? അവൻ പണം വാങ്ങി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇംഗ്ലീഷിൽ ഇത് ജിഗോളോ. നമുക്ക് പ്രണയം അറിയാമോ? തീർച്ചയായും ഇല്ല, അല്ലേ? അത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒന്നാണ്. തീർത്തും അപരിചിതമായ എന്തോ ഒന്ന്. ലവ്ലെസ്. ഇവിടെ പണം എവിടെ നിന്ന് വന്നു?